നമസ്കാരം, രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു വൈനിൻ്റെതാണ്. വൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഓറഞ്ച് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമേ പറയാം, ഇതിൽ നമ്മൾ ഷുഗറിൻ്റെ അളവൊക്കെ പറഞ്ഞിരിക്കുന്നത് ഒരു അത്യാവശ്യം മധുരമുള്ള ഒരു ഓറഞ്ച് എടുക്കുമ്പോഴുള്ള കാര്യമാണ്. അപ്പം പുളിപ്പാണ് കൂടുതൽ എന്നുള്ളതൊക്കെ അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടിയൊക്കെ മധുരം ഉപയോഗിക്കാവുന്നതാണ്, അതിൽ പഞ്ചസാര ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വൈൻ്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും നമ്മൾ പറയാനുള്ളതാണ്, അത്രയും വൃത്തിയോടുകൂടി തന്നെ ചെയ്തെടുത്താൽ നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള വൈൻ കിട്ടുന്നു. അപ്പോൾ നമുക്ക് വേഗം നോക്കാമല്ലോ എങ്ങനെ ഈ ഒരു ഓറഞ്ച് വൈൻ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വൈൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് 750 ഗ്രാം ഓറഞ്ചാണ്. ഓറഞ്ച് അപ്പം കുരു കളഞ്ഞ് പിന്നെ ആ ഒരു പുറത്തുള്ള ആ നാരുണ്ടല്ലോ അതും കളഞ്ഞ് വെച്ചിരിക്കുകയാണ്. പിന്നെ പഞ്ചസാരയും സെയിം അളവിൽ 750 ഗ്രാം തന്നെയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് റേസിൻസ്, മുന്തിരി ഉണ്ടല്ലോ, ഉണക്കമുന്തിരി, അത് ചേർക്കുന്നുണ്ട്. അത് 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഈസ്റ്റ് എടുത്തിരിക്കുന്നത് 1 ടീസ്പൂണാണ്. പിന്നെ നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഹോൾ ഗോതമ്പ് ഉണ്ടെങ്കിൽ അതെടുക്കാം. ഞാനിപ്പോൾ നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഒരു കൈപ്പിടി ഉണ്ടല്ലോ അത്രയും എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 3 ഏലക്ക, ഒരു 5 or 6 ഗ്രാമ്പു, ഒരു കഷ്ണം പട്ട, അതുപോലെ തന്നെ നമ്മൾ ജാതിപത്രി ഒന്ന് എടുത്തിട്ടുണ്ട്. ജാതിക്കൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാം. പിന്നെ നമ്മൾ ചൂടാക്കി, അതായത് ബോയിൽ ചെയ്ത് തിളപ്പിച്ചിട്ട് തണുപ്പിച്ച വെള്ളം എടുത്തിട്ടുണ്ട്. 1.5 ലിറ്റർ വെള്ളമാണ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത്. നമ്മൾ ഈ ഒരു ഭരണിയിലാണ് വൈൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. നമ്മളെ ചാനലിൽ മുന്നേ കാണുന്നവർക്കാണെങ്കിൽ അറിയാം, നമ്മൾ ഒരുപാട് വൈൻ്റെ റെസിപ്പീസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒക്കെ ഇങ്ങനത്തെ ഭരണിയിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ഓറഞ്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഭരണി നന്നായിട്ട് ചൂടുവെള്ളത്തിലൊക്കെ കഴുകി തുടച്ച് വെള്ളമൊന്നും ഇല്ലാതെ എടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഓറഞ്ചിനും വെള്ളമില്ലാതെ സൂക്ഷിക്കുക, അതായത് പുറത്തുള്ള നമ്മൾ ഓറഞ്ചിൻ്റെ വെള്ളം എന്നല്ല പറയുന്നത്. അതുപോലെ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു മരത്തിൻ്റെ തവി എടുത്തിട്ടുണ്ട്. ഇതും ഇതുപോലെ ഏറ്റവും വൃത്തിയായിട്ട് തന്നെ എടുത്തിരിക്കണം. നമുക്ക് ഓറഞ്ച് ചേർത്ത് കൊടുക്കാം. ഓറഞ്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ഇതിലേക്ക് റേസിൻസ് ആണ് ഇടുന്നത്. ഇനി നമുക്ക് ഇത് രണ്ടും ഇട്ടതിന് ശേഷം പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പഞ്ചസാരയും ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പറയുക, നമ്മളെ മരത്തിൻ്റെ തവി ഉണ്ടല്ലോ അത് വെച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുക്കുക എന്നല്ല, നമ്മൾ ഓറഞ്ചൊക്കെ ഒന്ന് നല്ല ചതഞ്ഞ് അതിൻ്റെ ആ ജ്യൂസൊക്കെ ഒന്ന് പുറത്തായി വരുന്നത് പോലെ ഒന്ന് ചെയ്തെടുക്കുക. അതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. ഉടച്ചു കൊടുക്കുക എന്ന് തന്നെ പറയാം. ഇപ്പോൾ നല്ലപോലെ നമ്മൾ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂടുവെള്ളത്തിൽ കുറച്ച് പഞ്ചസാര ഇട്ട് ഫെർമെൻറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് ഇട്ട് കൊടുക്കാം. ഇനി ഈ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമ്മളെ നുറുക്ക് ഗോതമ്പ് ചേർക്കാം. ഇതിപ്പോൾ ഡയറക്റ്റായി ചേർക്കണമെന്നില്ല, നിങ്ങൾക്ക് കിഴി കെട്ടിയിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. നമ്മൾ അങ്ങനെ ചെയ്ത ഇതുണ്ട്, വേറെ വൈനിലൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ തിളപ്പിച്ച് ആറ്റി വെച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം ചേർത്തു. ഇനി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ഈ വൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ 21 ദിവസം സൂക്ഷിച്ച് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഇട്ട് കഴിഞ്ഞിട്ട് ഇനി 21 ദിവസം നമ്മളിത് കെട്ടി വെച്ചിട്ട് ഇളക്കി കൊടുക്കും. ഇതിപ്പോൾ ഞാൻ രാവിലെ ഉണ്ടാക്കുന്നത്, അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ ഒരേ സമയമാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ ഇളക്കി കൊടുക്കും. ഇളക്കി കൊടുത്തതിന് ശേഷം 21 ദിവസം ഇളക്കി 22ാമത്തെ ദിവസമാണ് നമ്മളിത് ഫിൽറ്റർ ചെയ്തിട്ട് എടുക്കുന്നത്. ഫിൽറ്റർ ചെയ്തിട്ട് നമുക്ക് ബോട്ടിലേക്ക് മാറ്റാം. അതിനുശേഷം ഒരു 4 ദിവസം കഴിയുമ്പോഴത്തേക്ക് എല്ലാ മട്ടൊക്കെ ഒന്ന് ഇറങ്ങി വരും. അതിന് ശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ എത്രയും നല്ലത്. അതുപോലെ ദിവസം കൂടുകയാണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ, വൈനിൻ്റെ കാര്യത്തിൽ ടേസ്റ്റും വീര്യം ഒക്കെ കൂടുന്നതാണ്. അപ്പോൾ എന്തായാലും ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ടൈറ്റായിട്ട് നല്ലപോലെ അടച്ചു വെക്കുക എന്നുള്ളതാണ്. അടച്ചു വെച്ചതിന് ശേഷം അധികം വെളിച്ചമൊന്നും ഇല്ലാത്ത റൂമിൽ വെക്കണം എന്നാണ് പറയാം. ഭരണി അടച്ചു വെക്കാം. ഇതുപോലെ ഭരണി ഇല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ജാറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഒരു തുണി വെച്ചിട്ടൊന്ന് കവർ ചെയ്യാണ്.
പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടത് എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഭരണി ഫുള്ളായിട്ട് ഫില്ലാവുന്നത് പോലെ നിറച്ച് വെക്കരുത്. കാരണം അത് നമ്മളൊരു മുക്കാൽ ഭാഗം അത്രേ ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഫെർമെൻ്റ് ആകുമ്പം അത് വോളിയം കൂടും, പുറത്തോട്ടാവാനൊക്കെ ചാൻസ് ഉണ്ട്. നമുക്കിതിന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇതിനി എവിടേക്കെങ്കിലും നമുക്ക് എടുത്ത് വെക്കാം. എന്നിട്ട് ഞാൻ നാളെ രാവിലെ ഇതെടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കും. അപ്പോൾ കാണാം. അപ്പോൾ നമ്മളിത് ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. ഇത് ഒന്ന് തുറന്ന് നോക്കിയിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഴയ പോലെ തന്നെ അടച്ച് തുണി വെച്ച് കെട്ടി വെക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ, അതായത് 21 ഡേയ്സ് ആണ് ഇളക്കി കൊടുക്കേണ്ടത്. ആ ദിവസങ്ങളിൽ ഇളക്കി കൊടുക്കും. എന്നിട്ട് 22ാമത്തെ ദിവസമാണ് നമ്മളിത് ഫിൽറ്റർ ചെയ്ത് എടുക്കുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 21 ദിവസവും ഇളക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് 22nd ഡേ ആണ് കേട്ടോ. നമുക്ക് ഓപ്പൺ ചെയ്യാം. അതായത് നമ്മൾ ഇന്നാണ് കുപ്പിയിലോട്ട് മാറ്റുന്നത് കേട്ടോ, ബോട്ടിലോട്ട് മാറ്റുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ബോട്ടിലേക്ക് മാറ്റുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. നമുക്കിത് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഒന്നുകൂടെ നമ്മൾ ഇത് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് അരിച്ച് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാണ്. എന്നിട്ടാണ് പിന്നെ ബോട്ടിലോട്ട് നിറയ്ക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പം ഞാൻ ഒന്നുകിൽ നിങ്ങൾക്ക് തുണി വെച്ചിട്ട് അരിക്കാം, ഈ തോർത്ത് പോലത്തെ നല്ല ഉണക്കിയ തുണി കൊണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ ഇതിലാണ് ഞാൻ സാധാരണ ഒഴിക്കാറുള്ളത്. അപ്പോൾ ഇതിൽ ഒഴിച്ച് നമുക്ക് അരിച്ചെടുക്കാം. അപ്പം നമ്മളിത് ആ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇതിൽ മട്ടൊക്കെ ഉണ്ടാവും. അപ്പം ഇനി ഇത് ബോട്ടിലോട്ട് മാറ്റിയിട്ട് മട്ടൊക്കെ ഒന്ന് താഴത്ത് അടിഞ്ഞതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാൻ തുടങ്ങാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴേ വൈനാണ്, അപ്പം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പം എന്തായാലും നമ്മളിത് ബോട്ടിലോട്ട് മാറ്റാൻ പോകണം. ഇതിൻ്റെ ഒരു കളർ എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ നെല്ലിക്കയുടെ ഒരു വൈനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെയൊക്കെ ഒരു കളറായിട്ട് തോന്നുന്നുണ്ട്. അപ്പം എന്തായാലും ബോട്ടിലോട്ട് മാറ്റാം.